ഇത്തവണ ഇന്ത്യൻ ടീം പതിവിൽ നിന്നും വ്യത്യസ്തമായി ബൗളർമാർ തിളങ്ങിയ സീസൺ. നാസൌ കൗണ്ടി സ്റ്റേഡിയം ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളെയും വിറപ്പിച്ചപ്പോഴും ബൗളർമാരുടെ മികവിലൂടെ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തു. ഒരു മത്സരത്തിൽ പോലും തോൽവി നുണയാതെ ഇന്ത്യ സെമിയിലും പ്രവേശിച്ചു. സൂപ്പർ 8-ൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയം നേടിയ ടീമിന് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇംഗ്ലണ്ടും മികച്ച ഫോമിലുള്ള ടീമായതിനാൽ സെമി പോരാട്ടം ഇന്ത്യക്ക് ഒട്ടും എളുപ്പമായിരിക്കില്ലെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. നിലവിൽ കിടിലൻ ഫോമിലാണെങ്കിലും ചില തലവേദനകളും ഇന്ത്യയെ അലട്ടുന്നുണ്ട്. എന്നാൽ സെമിയിൽ ഇതിലെല്ലാം മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇംഗ്ലണ്ടിനെതിരായ സെമി പോരാട്ടത്തിന് മുൻപ് ഇന്ത്യൻ ടീമിന് ആശങ്ക സമ്മാനിക്കുന്ന ഘടകങ്ങളും ഒരുപാടാണ്. ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ആശങ്ക സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ഫോം തന്നെയാണ്. IPL-ലെ ഓറഞ്ച് കപ്പ് ജേതാവായി എത്തിയ കോഹ്ലിക്ക് പക്ഷേ ലോകകപ്പിൽ മികവിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. ആദ്യ 6 കളികളിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ പോലും സാധിക്കാതെ അദ്ദേഹത്തിന്റെ ആകെ റൺ നേട്ടം 100 കടന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. നിലവിൽ ടീമിന്റെ ഓപ്പണറായി കളിക്കുന്ന കോഹ്ലി സെമി ഫൈനലിൽ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പക്ഷേ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് കോഹ്ലിയെ മാറ്റുമോ എന്ന് കണ്ടറിയണം. സാധാരണയായി 3-ാം സ്ഥാനക്കാരനായി ഇറങ്ങുന്ന കോഹ്ലി ഈ ലോകകപ്പിൽ ഓപ്പണറായാണ് മുഴുവൻ കളിയിലും ഇറങ്ങിയത്. തുടക്കം മുതലേ ക്രിക്കറ്റ് നിരീക്ഷകർ ഇത് തെറ്റായ തീരുമാനമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുമുണ്ടായി. എന്നാൽ പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ ടീം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഫോമിലല്ലെങ്കിലും വിരാട് കോഹ്ലി തന്നെയാകും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ കളിയിൽ 41 പന്തിൽ 92 റൺസ് നേടി മിന്നും ഫോമിലാണ് രോഹിത്. 3-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് തന്നെ ഇറങ്ങും. T20-യിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ സൂര്യകുമാർ യാദവ് ആകും 4-ാം നമ്പറിൽ. ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായ ശിവം ദുബെ തന്നെയാകും 5-ാം നമ്പറിൽ കളിക്കുക. ദുബെയ്ക്ക് പകരം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ കളിക്കണമെന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും വിന്നിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ദുബെ തന്നെ സെമി ഫൈനലിലും മധ്യനിരയിൽ ഇറങ്ങും. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവരാകും ടീമിലെ മറ്റ് ഓൾറൗണ്ടർമാർ. ജസ്പ്രീത് ബൂമർ തന്നെയാകും പേസ് നിരയെ നയിക്കുക. അദ്ദേഹത്തിന് കൂട്ടായ പേസ് നിരയിൽ അർഷ്ദീപ് സിംഗും ഇറങ്ങും. ഈ ലോകകപ്പിൽ മിന്നും ഫോമിലുള്ള ഇവർക്ക് സെമി ഫൈനലിലും മികവ് തുടരാനായാൽ ഇംഗ്ലണ്ട് വിയർക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് സ്ഥാനം നിലനിർത്തുമെന്ന കാര്യവും ഉറപ്പാണ്.